വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ഡൈനോ ലോകത്തു നിന്നൊരു മെസ്സേജ് വന്ന്. എന്തായിട്ടും നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, കാരണം ഞാൻ പറയാം. നമ്മുടെ ഡൈനോ ലോകത്തെ കൂട്ടുകാരൻ തട്ടിപ്പോയി. നമ്മുടെ ടീറക്സിൻ്റെ എവോൾവ് 2 എന്ന് വെച്ചാൽ നമ്മൾ അന്ന് കൊണ്ട് ബ്രോണ്ടോസോർസ് ഇല്ലേ, അതിൻ്റെ ഇതായ ബോസായ ടീറക്സ് എവോൾവ് 2 അടിക്കാൻ പോയതായിരുന്നു. പക്ഷെ ആൾ തട്ടിപ്പോയി. അതുകൊണ്ട് നമുക്കിനി അവനെ പോയി അടിക്കേണ്ടി വരും. നമുക്ക് 3 വഴിയുണ്ട്: എക്സ്ട്രീം ലോകം, ഡൈനോ ലോകം, ഇന്ത്യൻ ലോകം. നമ്മളിപ്പോൾ ഇന്ത്യൻ ലോകത്താണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ വീട്. നമ്മളിവിടെ നിന്ന് ബീനപ്പുളി എടുത്ത് എക്സ്ട്രീം ലോകത്ത് ചെല്ലണം. അവിടെ നിന്ന് നമുക്ക് ഡൈനോ ലോകത്ത് എത്താൻ പറ്റും. നമുക്ക് ബീനപ്പുളി വരെ എടുക്കണമെന്നില്ല, അവിടെ ചിലപ്പോൾ താനെ മാറും ബീനപ്പുളി. അപ്പോൾ വെച്ചാൽ നമുക്ക് ബീനപ്പുളി എടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഔഡി ആയതുപോലെ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ വെച്ചാൽ നമുക്ക് ഔഡി എടുത്തിട്ടുണ്ട്. ഇനി കളർ ചെയ്ത് ബ്ലാക്ക് ആക്കണം. അവിടുത്തെ കളർ അങ്ങനെ അനുസരിച്ചിരിക്കും. അപ്പോൾ വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ച് പേര് എക്സ്ട്രീം ലോകത്തോടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പേർ പോയാൽ മതി, നമുക്ക് പെട്ടെന്ന് എത്തിവിടാം. ഇടിച്ച് പൊളിഞ്ഞ് ബാധ. എക്സ്ട്രീം ലോകത്ത് അങ്ങനെയൊന്നും ഇല്ല. എക്സ്ട്രീം ലോകത്ത് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതെ, എക്സ്ട്രീം ലോകമൊക്കെ ഫുൾ മാജിക്കാണ്. ഇവിടെ പിന്നെ എനിക്ക് മാത്രമേ ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ എനിക്ക് മാത്രമേ സീക്രട്ട് അറിയത്തുള്ളൂ. റിവലെ സീക്രട്ട്. ഇങ്ങനെയൊക്കെ ഇടിച്ചു പൊളിയണമെന്നുണ്ട്. അതെ, ടെലിപ്പോർട്ടിങ് ഏരിയ എത്തി. അങ്ങോട്ട് കയറ്റിയാൽ മതി, ടെലിപ്പോർട്ടായി കിട്ടും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ടെലിപ്പോർട്ടാകടാ, ടെലിപ്പോർട്ടായി. അപ്പോൾ വെച്ചാൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിൽ ചെല്ലണം. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഓഫ് റോഡിൽ പോകണം. ഫ്ലൈറ്റ് കയറണമെന്നില്ല, അവിടെ ഓഫ് റോഡിൽ പോയാൽ മതി. എക്സ്ട്രീലോകത്തിൻ്റെ എല്ലാം സ്പീഡാണെന്നല്ല, എല്ലാത്തിനും ഒടുക്കുന്ന സ്പീഡാണ് വെച്ചാൽ. അപ്പോൾ പിന്നെ നമുക്ക് വെച്ചാൽ ഈ എക്സ്ട്രീലോകത്ത് പെട്ടെന്ന് പൈസ കിട്ടും. അതുകൊണ്ട് നമ്മൾ BNW കോടിച്ചേരാണ്ട് നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ വെറുതെ കൂടിയതിന് 5000 രൂപ അങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ എത്ര രൂപ കിട്ടിയെന്ന് വെച്ചാൽ അവരെ നോക്കി വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് നോക്കിയപ്പോൾ അത്രയും പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ പോകണം. നമ്മുടെ എയർപോർട്ട് എത്താറായിട്ട് ഏകദേശം. ഓക്കെ മച്ചന്മാരെ, ഭാഗ്യം ഇതിൽ ഇടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ വണ്ടികൾക്ക് ഒടുക്കത്തെ ക്വാളിറ്റിയാണ്, ഒരിക്കലും പറ്റത്തില്ല. ബിൽഡ് ക്വാളിറ്റി കൂടുതലുണ്ട്, നന്നായിട്ട് ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് BMW ഒടുക്കത്തെ ക്വാളിറ്റി. ഉടലെയാണ് ഈ വണ്ടി എടുത്തേക്കണം. മറ്റേ വണ്ടിയും കുറവൊന്നുമില്ല, പക്ഷേ നല്ലതാണ് BMW, എനിക്കിഷ്ടമാണ്. ഈ അക്കൗണ്ട് ഇടക്കിടയ്ക്ക് എന്തിനു വരും ഇനി. അപ്പോൾ വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഓഫ് റോഡ് റൂട്ടിലോട്ട് പോകണം വെച്ചവരെ, അതാണ് കുറച്ച് കഷ്ടം. ഭാഗ്യം വെച്ചാൽ നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സ്മോക്ക് ഇടാറുള്ളതാണ്, വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ഇതൊക്കെ വേണ്ടേ, BMW അല്ലേ, വെറുതെ ഒന്ന് സ്മോക്ക് ഇടണം, അതുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ ഇടക്കിടയ്ക്ക് പാസ്പോർട്ട് ചെക്കാനുണ്ട്. ഇവിടം വരെ ചെന്നിട്ടേ ഇനി ഇവിടെ പോയി ഓടിക്കണം. എപ്പോഴും ഉള്ള കുഴപ്പമില്ല, ഇടിച്ചൊക്കെ കീറിയാണ്. BMW രൂപള്ളി. ഭാഗ്യം മച്ചന്മാരെ, ഇവിടെ മര്യാദക്ക് ഓടിക്കാൻ പറ്റുമെന്നൊന്നുമില്ല, കാരണം ഓഫ് റോഡ് ആയതുകൊണ്ട് എനിക്ക് മര്യാദക്ക് കൺട്രോൾ പോലും കിട്ടുന്നില്ല. വീണ്ടും മച്ചവരെ പൈസ കിട്ടി. മച്ചവരെ അതാണ് നമ്മുടെ അടുത്ത ടെലിപ്പോർട്ടിങ് ഏരിയ. അവിടെ ചെന്നാൽ നമുക്ക് ഡൈനോ ലോകത്തെത്താം. മാറിപ്പോടാ, ഇവിടെ അർജൻറ്റ് കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് വേണോൻ്റെ. സോറി, ഞാൻ പൈസ തരത്തില്ല മച്ചന്മാരെ. ഓക്കെ കയറ്റി. അപ്പോൾ വെച്ചാൽ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്ല, ഈ ടീറക്സിനെ പറ്റിയാൽ നമുക്ക് ഇത് വേണ്ടേ വെച്ചാൽ ഒരു ഡൈനോസർ എൻ്റെ ഹാബിറ്റേറ്റ് ഉണ്ടോ? എൻ്റെ പൊന്നടാവേ, ഞാൻ എന്താ റുബിക്സ് ക്യൂബാ അതോ ഡൈസ് എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഡേറ്റ ക്യൂബ്സ് എന്നാണ് വെച്ചാൽ വരെ. ഇതൊക്കെ ഡൈനോസറിനെ എവോൾവ് ചെയ്യാൻ സഹായിക്കുമെന്ന് പറയണത്. ഇതിൽ കാണാൻ ഭംഗിയുള്ള ഡൈനോസർ എടുത്ത് പോകും. ഇതൊക്കെ കുഴപ്പമില്ല, പക്ഷേ അത്യാവശ്യം ഒരു പവർഫുൾ ഡൈനോസർ. ഇവിടെ വിലോസിറാപ്റ്റർ ഉണ്ടോ? അതേതാ കിടക്കുന്നത് മച്ചാർ? നമുക്ക് ഇതിൽ നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വീടിന് വെച്ചാൽ ഒരു വിലോസിറാപ്റ്റർ ഉണ്ട്. നമുക്ക് ഇവരെടുത്ത് അടിക്കാൻ പോകാം. ഫസ്റ്റ് വിലോസിറാപ്റ്റർ എടുക്കുക, അവിടെ ചെന്നിട്ട് ആൾ വരാം. പക്ഷേ വിലോസിറാപ്റ്റർ ഓണം ഓട്ടം കണ്ടെങ്കിൽ പറയേണ്ട ഡൈനോസർ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. ഇനി അവിടെ തന്നെ നമ്മൾ ചെല്ലണമെങ്കിലാ പറയാൻ പറ്റത്തില്ല ചാരെ. മച്ചാപ്പനെ ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ ഇന്ത്യൻ ലോകത്ത് നിന്ന് ഇവിടെ വരാണ്ട് ഒരു 5 വർഷം എടുത്തു. 5 വർഷമല്ല, 5 ദിവസം വർഷം ആയപ്പോഴേ വെച്ചാൽ നമുക്ക് ഇവിടെ ഫൈറ്റ് ചെയ്യാം.
ഇത് പടയാളികളെ ഫസ്റ്റ് വീഴ്ത്തേണ്ടത്. 2 നേതാവിന് വീഴ്ത്തലുണ്ട്, അല്ലെങ്കിൽ പണി പാടും. നമുക്ക് കിട്ടിയ ചേരെ പടയാളി വിചാരിക്കുന്നതല്ല. അവൻ്റെ എൻ്റെ സൈസ് നോക്കിയ ചേരെ. നിങ്ങൾക്ക് വേണോ ഞാൻ അടിച്ചിടുമെന്ന് തോന്നണവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടിച്ചിടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം തന്നെ ഞാൻ റെഡായി. ഒരു ബിരോസിലാപ്പിൽ ടീച്ചേഴ്സിന് അടിച്ചില്ലെന്ന് വെച്ചാൽ വിചാരിക്കുന്ന കാര്യം നല്ലോണ്ട കിടക്കണണ്ട. നമുക്ക് ഈ ഡൈനോസറും ചേഞ്ച് ചെയ്തേക്കാം, വലിയ കാര്യമൊന്നുമില്ല കുട്ടികളൊന്നും. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ ചേരെ, ഇത് ഭംഗിയുള്ളവരുന്നുണ്ട്. ഇത് കണ്ട് ഇതും ഇതിലേതാ ഭംഗി? ഇതെടുക്കാം. ഇനി പർപ്പിൾ കളർ ഭംഗിയുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇനി പവർ കുറവ്. ഇത് കൊള്ളല്ല, ഭംഗിയുണ്ട് അത്യാവശ്യം. വാൽവിന് 4 മുള്ളും ഉണ്ട്. അമ്പടാ, ഇതിന് ഹാമറ്റയിലുണ്ടല്ലേ. എനിക്കറിയാം ഹാമറ്റയിലെന്ന് വെച്ചാൽ വരെ ഇത് ഒടുക്കത്തെ പവറിൽ ഇത് ഞാൻ കാണിച്ചു തരാം. എന്തേ കണ്ടാ ചേരെ, ഹാമറ്റയിൽ വെച്ചപ്പോൾ ടീച്ചറിന് 3/4 ലൈഫും കുറഞ്ഞു. ഈ സ്റ്റെഗോസോറസ് എന്നൊക്കെ വെച്ചാൽ ഏറ്റവും പവർ കുറഞ്ഞ ഡൈനോസറും പിന്നെ ഏറ്റവും താഴ്ന്ന ഡൈനോസറൊക്കെ സ്റ്റെഗോസോറസ്, അതിൻ്റെ ആൻറ്റിക്ലിയോസോറസ്. ഇത് സീലിട്ടിട്ടുണ്ട് വെച്ചാൽ ഈ സീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത നേതാവ് ഈ 2 പടയാളിയും കൂടെ ഉള്ളു. നേതാവ് തീർക്കാണ്ടാണ് ഏറ്റവും വലിയ ഡൈനോസർ, അതിനിട്ട് ഞാൻ വെച്ചേക്കുന്നത്. കഴിഞ്ഞ് വെച്ചാൽ അടുത്ത് ഏറ്റവും പവർഫുൾ ഡൈനോസർ എടുക്കണം. ഇതിന് ഭംഗിയുണ്ട്, ഇതെടുക്കാം. ഭംഗിയുണ്ട്, പവർഫുള്ളുണ്ട്. ഇതുകൊണ്ട് നേതാവേ. അയ്യോ, ഇവരറിഞ്ഞ എന്നാവാ 1 vs 1. ഇതെന്താ ഫിഷറാ? വാവ്, എന്താ പാറ വാങ്ങിപ്പോയ വെച്ചവരെ. നേതാവ് ബ്ലൂ കളറായി കേട്ടോ. അതിൻ്റെ ബോഡിക്ക് നല്ല അടിച്ചിട്ടുണ്ട്. അതാണിങ്ങനെ ഹൈ പ്രാവ്. ശരി, ഇത് ഗ്രാൻഡ് ക്വാളിറ്റി ആണല്ലേ. പ്രാവല്ല വെച്ചാൽ അവരെ കുറച്ച് നേരം എടുക്കും. മച്ചാമ്മ നമ്മൾ ഇന്നിവിടെ എത്തത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ഇത് കഴിയത്തില്ല. നേതാവ് എൻ്റെ കുറച്ച് പണി വെച്ചവരെ. ഓക്കെ പൊളി. പക്ഷേ അവരെ അടിച്ച് നേതാവിന് കുറച്ച് പണി കയറുന്നുണ്ട്. നോക്കി ഡൈനോസർ ഇത്ര വലിയ ഡൈനോസർ എനിക്ക് ഓടിക്കാൻ വയ്യ. നമുക്ക് ഈ ഒരു കുഞ്ഞിൻ്റെ ഡൈനോസർ എടുത്ത് കളിക്കാം. ഇത് ഭംഗിയുണ്ട്. ഇനി താഴത്ത് വരല്ലതുണ്ട്, നോക്കട്ടെ. അമ്പട ബ്ലൂ, താഴത്തെ ബ്ലൂ ഉണ്ടല്ലോ. അല്ല, ഇതിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ദേ കിടക്കണ്, പക്ഷേ ഞാൻ എടുക്കണില്ല. അപ്പോൾ വെച്ചാൽ തൽക്കാലം നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയതാണ്. നമ്മൾ ഡൈനോസറിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ത്രോക്സ് ഡൈനോസർ കാണിച്ചാൽ തൂത്തിയെടുത്ത് അപ്പുറം ഡൈനോസറിൻ്റെ അടിക്കും കേട്ടോ. ഇനി 2 എണ്ണം വന്നിട്ടുണ്ട്. ഇതിനെ പറയണ്ടല്ലോ, ഇതും അതുപോലെയൊക്കെ തന്നെ ഇച്ചിരി ഫൈറ്റ് അടിച്ചില്ലേ. ഇത് 4 ഇത് കണ്ട. ഇത് ഭംഗിയുള്ള, പക്ഷേ ഇതിന് ഹാമറ്റയിൽ ആക്ടിവിറ്റി ഇല്ല. ഇത് ഞാൻ കാണിച്ചതാണ്. ഇതിന് ഹാമറ്റയിൽ ആക്ടിവിറ്റി ഉണ്ട്, എബിലിറ്റി. ദയപ്പ് കാണിച്ചു തരാം. പിന്നെ ഹാമറ്റയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്ക ഡൈനോസറിട്ട് അടിക്കും. ഇതേ വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഉദാഹരണം കേടാ, 2 എണ്ണത്തെ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടോ. പിന്നെ എനിക്ക് ഹെൽത്ത് കുറവാണ്, അതുകൊണ്ട് പിന്നെ ഹാമറ്റയിൽ വർക്കാവുന്ന തോന്നില്ല. കാരണം 2 ഡൈനോസറുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഡൈനോസർ മാറ്റാം. എൻ്റെ ഒരു ഇതുണ്ട്, പറക്കുന്ന ഡൈനോസർ. ഇതിൻ്റെ ഒരു കിടക്കാം, അതല്ലത്. മച്ചാപ്പനോട് വിചാരിക്കണമല്ലോ ഈ പറക്കുന്ന ഡൈനോസർ പറക്കുണ്ട്. എൻ്റെ പൊന്നടാവേ. എടാ, ഞാൻ ഒരു ഡൈനോസറല്ലേ എടുത്തുള്ളൂ. ഇതെല്ലാം കൂടെ അവിടെ നേരുവനി. എൻ്റെ പൊന്നു മച്ചാ വരെ നമുക്ക് ഫുൾ ഹെൽത്ത് ഒരു ഡൈനോസറിനെ പെടണം. നോക്കട്ടെ. അതിന് ഫുൾ ഹെൽത്ത് വെച്ചവരെ ഇതാണ് എടുക്കാം നമുക്ക്. റാപ്റ്റർ, നല്ല പേര്. ഏതാണ് എന്നിട്ട് എടാ ഇത് എന്തുവാടാ? കടിച്ചാൽ ബ്ലൂ കളർ ആക്കി എടുത്തല്ലോടാ. ഓൾറെഡി ഞാൻ ബ്ലൂ, എനിക്കിനി ബ്ലൂ ആകണ്ട. ബ്ലൂ ആകണമെന്ന് തന്നെ എനിക്ക് ആകേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി ആകും. കുറച്ചാളുകൾ കഴിഞ്ഞ് ഞാൻ എവോൾവ് ആയി ബ്ലൂ ആകൂടാ. അപ്പം ഞാൻ എന്നെ കടിച്ചിടാ. ഇതെന്നാ മുള്ളിട്ട് വെച്ചേക്കണത്? വട്ടാ. എനിക്കുണ്ട് മുള്ളി, ഞാൻ മുള്ളു. ലൈഫ് പറയണല്ലാണ്ട് ഒരു ഗുണവും കാണത്തില്ല. പോയി പോ മച്ചാ. 2 എടുത്തിട്ട് ഒരുമിച്ച് ഒറ്റടി അടിക്കണേ. അവൻ ചത്ത് നിനക്കിട്ടും കൂടെ ഒന്ന് തരാടാ. നീയാണ് എന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക്. വാടത്തടിക്കാണ് നിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അടിക്കുക, അതല്ലത്. ഇതെന്താ? ഇത് കൊള്ളാല്ല, പക്ഷേ ഇനി എനിക്ക് അടിക്കണ്ട, കാരണം പോരില്ല. ഇതാണ് വെച്ചാൽ അവരേറ്റ് ഇവോൾവ് 3 കൊണ്ട് അടിച്ചില്ലേ ഞാൻ. അല്ല പിന്നെ മച്ചന്മാരെ. അപ്പോൾ നമ്മളെല്ലാം എല്ലാടെ ചിരം കൊണ്ടുപോയിട്ട് താഴെ തന്നെ പടയാളികളുണ്ട്. അവരെ കൊല്ലാനിക്കാണെങ്കിൽ ഇന്നും തീരത്തില്ല വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ അല്ല, 2 എണ്ണം 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് വെച്ചവരെ. അത് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. പിന്നെ ചാനലിൽ എടുത്ത് നോക്കിക്കോ, കാണാം. എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ, കാരണം നമുക്ക്
ഡോലവല്ല നിന്നോട് ഈ മര്യാദക്ക് പറഞ്ഞതാണ് അവിടെ വരണ്ടെന്ന്. അവൻ വീണ്ടും കയറി വന്നു. നമ്മൾ അടിച്ചു വന്നിട്ട് നമുക്ക് പോകാൻ പറ്റാറ്, അതല്ലത്. എൻ്റെ പരിപാടി തുടങ്ങി. എടാ ഞാൻ മര്യാദ ഇവ എങ്ങനെ കയറി വന്നടേ. ഇതിന് അൺലിമിറ്റഡ് ലൈഫാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അടുത്ത നേരം വീണ്ടും അടിച്ചിടാം. നമ്മൾ ആളായിട്ട് പോയല്ലേ, എന്നാലും അവൻ തട്ടിപ്പോയെന്ന് ഓർത്തപ്പോളാ. അപ്പോൾ ചേരാപ്പം ഇവിടെ അടിച്ചിട്ടുണ്ടേ നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോ. ലെങ്ത് അത്യാവശ്യം കൂടുന്നുണ്ട്. മര്യാദക്ക് തന്നെ ചണിയും, കാരണം എൻ്റെ ലെങ്ത്തും കളയും. ചേരപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ ചാനൽ ഓർക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോണേ.